ഹായ്, ഇന്ന് നമുക്ക് ചിക്കൻ കുറുമ ഉണ്ടാക്കാം. ചിക്കൻ കുറുമ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് നീളത്തിലരിഞ്ഞത് 4 എണ്ണം, സവാള 2 എണ്ണം നീളത്തിലരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ. ഒന്നാം പാൽ എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ചിരവിയതിൽ അല്പം വെള്ളം ഒഴിച്ചൊന്ന് അതിൻ്റെ പാലെടുത്ത് വെച്ചത്. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാലെടുത്ത് വെച്ചാണ് രണ്ടാം പാൽ. കുരുമുളക് പൊടി, കറിവേപ്പില, ഒരു 3 പീസ് ചിക്കൻ ചെറുതായി മുറിച്ചതാണ്. ഇനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു കുക്കർ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, സവോള, പച്ചമുളക്, ഇഞ്ചി, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇടാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. ചിക്കൻ്റെ പീസൊന്ന് വെന്ത് കിട്ടാൻ പാകത്തിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് കുക്കർ അടച്ച് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. കുക്കറിന് 2 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം. ചിക്കൻ പീസ് നോക്കുക വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാനിവിടെ 3 വിസിലാണ് വരുത്തിയത്. 3 വിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ കഷ്ണങ്ങളും എല്ലാം കുക്കറിലിടുന്നതിന് മുൻപ് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ കറുവപ്പട്ടയും ഗ്രാമ്പൂവും ആഡ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ കറുവപ്പട്ട ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാതിരുന്നത്. അതിന് പകരം ഞാനിപ്പോൾ അല്പം ഗരം മസാലയാണ് ഇതിൽ ചേർക്കുന്നത്. ഗരം മസാല വളരെ കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കരുത്. ഗ്രാമ്പൂവും കറുവപ്പട്ടയൊക്കെ ഇടുന്ന സമയത്ത് ഒരു ചെറിയ പീസ് കറുവപ്പട്ടയും ഗ്രാമ്പൂ ഒരു 1-2 എണ്ണം മാത്രം ചേർത്താൽ മതി. ഇനി അതിന് ശേഷം നമുക്ക് ഇതിന് ഉപ്പെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പെല്ലാം പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഇതിൽ ചേർക്കാം. തേങ്ങാപ്പാലിൻ്റെ രണ്ടാമത് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ചേർക്കാം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാക്കാം. ഇതിൽ ഒരല്പം വെള്ളം അധികമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തിട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് നന്നായി ഒന്ന് ഉടച്ചു കൊടുത്താൽ അല്പം കട്ടിയിലായി കിട്ടും. കറി നന്നായി തിളച്ച ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ കറിവേപ്പില ചേർക്കാം. അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം. ഒന്നാം പാൽ ഒഴിച്ച ശേഷം നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ആ ചൂടിൽ കിടന്നൊന്ന് ഇതായാൽ മതി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഏകദേശം കുറച്ച് കുരുമുളക് പൊടിയാണ് ഇതിൽ ചേർക്കുന്നത്. കാരണം പച്ചമുളകിൻ്റെ എരിവ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കി നമുക്കിതിന് കടുക് താളിച്ചിടാം. കടുക് താളിച്ചതും ചേർത്ത് നന്നായി ഇളക്കുക. ചിക്കൻ കുറുമ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പുട്ടിൻ്റെ പത്തിരിയുടെ ഒക്കെ കൂടെ നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.